Next is regarding energy and water management system. Energy and water management system. So green buildings key factor എന്ന് പറയുന്നത് തന്നെ optimization of energy and water consumption. Optimization of energy and water consumption. The green buildings key factor എന്ന് പറയുന്നത് തന്നെ optimization of energy and water consumption ആണ്. Now let us see more about energy systems in green buildings. Energy systems in green buildings. നമ്മൾ നോക്കുകയാണെങ്കിൽ in modern world 30 to 40% of energy is consumed by buildings. 30 to 40% of energy consumed by buildings. ഇപ്പോഴത്തെ മോഡേൺ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എനർജിയുടെ ഒരു 30 to ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജിയുടെ ഒരു about 30 to 40% ബിൽഡിങ്സ് തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. And it is predicted that this may increase up to 48% by the year 2025. So 30 to 40% എനർജിയും ബിൽഡിങ്സ് കൺസ്യൂം ചെയ്യുന്നു. അത് മാത്രമല്ല പ്രഡിക്ഷൻ പറയുന്നത് by the year of 2025 48% വരെ ഇത് ആകാം. This warrants green buildings to achieve energy efficiency and there are many methods to improve energy efficiency. Methods to നോക്കാം. അതായത് ഇപ്പൊ at present in the modern world building consume ചെയ്യുന്നത് ടോട്ടലിന്റെ 30 to 40% എനർജി ആണെങ്കിൽ by the year of 2025 അത് 48 വരെ ആകാം. അങ്ങനെയായതുകൊണ്ട് this warrants green buildings to achieve energy efficiency. So ഇതാണ് ഗ്രീൻ ബിൽഡിങ്സിനെ എനർജി എഫിഷ്യൻസി അച്ചീവ് ചെയ്യാൻ വേണ്ടി വാറന്റ് ചെയ്യുന്നത്. ഒരു ത്രെറ്റ് ആയിട്ട് വരുവാണെങ്കിൽ എനർജി കൺസംഷൻ ബിൽഡിങ്സിൽ വരുന്ന എനർജി കൺസംഷൻ കൂടുന്നത് ഒരു ത്രെറ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഗ്രീൻ ബിൽഡിങ്സിനകത്ത് എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ദർ ആർ മെനി മെത്തേഡ്സ് ടു ഇംപ്രൂവ് ബിൽഡിങ്സ് എനർജി എഫിഷ്യൻസി. There are around 10 methods. First is solar energy on a green building is trapped to supplement conventional energy. First is to trap solar energy. First method എന്ന് പറഞ്ഞാൽ solar energy ട്രാപ്പ് ചെയ്യുക and the use of photovoltaic cells convert solar energy. Trap solar energy and use of photovoltaic cell. അതായത് ബിൽഡിങ്ങിൽ വരുന്ന സോളാർ എനർജിയെ ട്രാപ്പ് ചെയ്യണം ടു സപ്ലിമെന്റ് കൺവെൻഷണൽ എനർജി. കൺവെൻഷണൽ എനർജിയെ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി സോളാർ എനർജിയെ ട്രാപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഫോട്ടോ വോൾട്ടായിക് സെൽ ഉപയോഗിച്ച് സോളാർ എനർജിയെ കൺവേർട്ട് ചെയ്യാം. Now second step or method is natural light is allowed to enter in the intermediate floors to minimize usage of electricity. Natural light is allowed to enter intermediate floor. സോ എന്താണ് ഒരു ബിൽഡിങ്ങിന്റെ ഇന്റർമീഡിയറ്റ് ഫ്ലോർസിലൊക്കെ നാച്ചുറൽ ലൈറ്റിനെ എൻട്രി ചെയ്യാൻ അലോ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറയ്ക്കാം. Now third method is sunlight is restricted by high grown trees outside lower floors of building. Lower ഫ്ലോർസിലോട്ട് വരാതിരിക്കാൻ സൺലൈറ്റിനെ വലിയ ട്രീസ് വെച്ച് റെസ്ട്രിക്ട് ചെയ്യാം.
ലോവർ ഫ്ലോർസിലോട്ട് സൺലൈറ്റ് വരുന്നതിനെ വലിയ ട്രീസ് വെച്ച് റെസ്ട്രിക്ട് ചെയ്യാം. Now, fourth method is high efficiency light fixtures like LED lamps make a pleasant lighting apart from saving energy. High efficiency light fixtures like LED lamps. LED ലാംപ്സ് പോലുള്ള ഹൈ എഫിഷ്യൻസി ലൈറ്റ് ഫിക്ചേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല പ്രകാശവും കിട്ടും, നല്ല അപ്പിയറൻസ് ആയിരിക്കും. അതായത് അതിന് നല്ല ലാംപ്സ് ആയതുകൊണ്ട് കൂടുതൽ പ്രകാശവും കിട്ടും, അതുപോലെ തന്നെ നമുക്ക് എനർജിയും സേവ് ചെയ്യാം. പ്ലസന്റ് ലൈറ്റിംഗും ആയിരിക്കും ആൻഡ് ഓൾസോ വി ക്യാൻ സേവ് എനർജി. ഫിഫ്ത്ത് is installation of motion detectors for lighting control which makes light to glow only when area is occupied. അതായത് നമ്മൾ എവിടെയൊക്കെ ഓക്യുപ്പൈ ചെയ്യുന്നോ അവിടെ മാത്രം ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യുന്ന മോഷൻ ഡിറ്റക്ടേഴ്സിനെ ഇൻസ്റ്റാൾ ചെയ്യാം. ലൈറ്റിംഗ് കൺട്രോൾ ചെയ്യുന്ന മോഷൻ ഡിറ്റക്ടേഴ്സ് എന്തിനാണ്? എവിടെ ഓക്യുപ്പൻസി ഉണ്ടോ അവിടെ മാത്രം ലൈറ്റ് കൊടുക്കും. ഇപ്പൊ നമ്മൾ ഒരു റൂമിലോട്ട് വരണമെങ്കിൽ എന്താണ്, നമ്മളിപ്പം താഴെ നിന്ന് മേലോട്ട് വരുവാണെന്ന് വിചാരിച്ചു രാത്രി, അപ്പൊ നമുക്ക് താഴെ നിൽക്കുന്ന റൂമിൽ ലൈറ്റ് വേണം, സ്റ്റെപ്പിന്റെ അവിടെ ലൈറ്റ് വേണം, തിരിച്ച് മേല് കയറി വരുന്ന ആ റൂമിലും ലൈറ്റ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ലൈറ്റും ഇട്ടിട്ടായിരിക്കും കയറി വരുന്നത്. അതിന് പകരം നമ്മൾ നിൽക്കുന്ന റൂമിൽ, താഴത്തെ ഫ്ലോറിൽ നിൽക്കുന്ന റൂമിൽ ലൈറ്റ്, ഈ മോഷൻ ഡിറ്റക്ടർ ഉണ്ടെങ്കിൽ ആ ലൈറ്റ് നമ്മൾ സ്റ്റെപ്പിലോട്ട് കയറുമ്പോൾ സ്റ്റെപ്പിലെ ലൈറ്റ് മാത്രം കത്തിയിട്ട് ആ റൂമിലെ ലൈറ്റ് ഓഫ് ആവുക. അത് കഴിഞ്ഞ് ഇങ്ങ് മേല് കയറി കഴിയുമ്പോൾ സ്റ്റെയറിലെ ലൈറ്റും കൂടെ ഓഫ് ചെയ്യാം. അതിന് നമുക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഇൻസ്റ്റാൾ ചെയ്യണം? മോഷൻ ഡിറ്റക്ടേഴ്സ് ഫോർ ലൈറ്റിംഗ് കൺട്രോൾ. Motion detectors for lighting control. Lighting control ഉള്ള motion detectors. പിന്നെ high efficiency, next is high efficiency windows and insulation in walls, ceilings and floor. High efficiency windows and insulation. Next, the HVAC system must have a correctly designed distribution system. നമ്മൾ ഉപയോഗിക്കുന്ന HVAC സിസ്റ്റം ഉണ്ട്, നമ്മൾ ബിൽഡിങ്സിൽ യൂസ് ചെയ്യുന്ന HVAC സിസ്റ്റം, അതൊരു ബിൽഡിംഗ് സർവീസ് ആണ് HVAC, ദാറ്റ് ഈസ് ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. സോ നമ്മൾ ഉപയോഗിക്കുന്ന HVAC സിസ്റ്റത്തിന് കറക്റ്റ് ഡിസൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വേണം ടു മിനിമൈസ് എമൗണ്ട് ഓഫ് എയർ ഫ്ലോ നെസസറി ടു ഹീറ്റ് ആൻഡ് കൂൾ ദ ബിൽഡിംഗ്. സോ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ദ സെവൻത് മെത്തേഡ് ഇസ് HVAC സിസ്റ്റം ഷുഡ് ഹാവ് കറക്റ്റ്ലി ഡിസൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. So ബിൽഡിങ്സിൽ യൂസ് ചെയ്യുന്ന HVAC സിസ്റ്റം, ദാറ്റ് ഈസ് ഹീറ്റ് വെന്റിലേഷൻ ആൻഡ് സർക്കുലേഷൻ സിസ്റ്റത്തിന് കറക്റ്റ്ലി ഡിസൈൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ മിനിമൈസ് ദി amount of airflow necessary to heat and cool the building. Now next is allowing building occupants to individually control heating and cooling. Allowing occupants to individually control heating and cooling. ഓക്യുപ്പൻസിനെ ഇൻഡിവിജ്വലി ഹീറ്റിംഗും കൂളിംഗും കൺട്രോൾ ചെയ്യാൻ അനുവദിച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇഫക്റ്റീവ് വേ ടു റെഡ്യൂസ് എനർജി യൂസ്.
ഓക്യുപ്പൻസിനെ തന്നെ ഇൻഡിവിജ്വലി ഹീറ്റിങ്ങും കൂളിങ്ങും കൺട്രോൾ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ഇഫക്റ്റീവ് വേ ടു റെഡ്യൂസ് എനർജി യൂസ്. Next is new innovations in insulation. New innovations in insulation. Insulation-നുള്ള പുതിയ innovations. It can reduce energy used in manufacturing insulation and allow insulation to be recycled or biodegradable. So insulation-നകത്ത് പുതിയ innovations വരുവാണെങ്കിൽ it can reduce the energy used in manufacturing insulation. Insulation manufacture ചെയ്യുമ്പോൾ വരുന്ന എനർജി യൂസ് കുറയ്ക്കാം. അതുപോലെ തന്നെ ഇൻസുലേഷനെ റീസൈക്കിൾ ചെയ്യാനും ബയോഡിഗ്രേഡബിൾ ആക്കാനും ന്യൂ ഇന്നോവേഷൻസ് സഹായിക്കും. Mineral fibrous and cellulose derived materials are now available for insulation purpose. അതിനെ സഹായിക്കുന്ന ഇൻസുലേഷൻ പർപ്പസിനുള്ള മെറ്റീരിയൽസ് ആണ് mineral fibrous and cellulose derived materials. Mineral fibrous and cellulose derived materials. Now, last method of energy efficiency is weather stripping and maintaining entry door closers and installing storm windows. Weather stripping, installing storm windows, and also maintaining entry door closers. വെതർ സ്ട്രിപ്പിംഗ് യൂസ് ചെയ്യുന്നത്, എൻട്രി ഡോർ ക്ലോസേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, പിന്നെ സ്റ്റോം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം റെഡ്യൂസസ് എനർജി ഡിമാൻഡ്, ബിൽഡിങ്ങിലുള്ള എനർജി ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. സോ ദീസ് ആർ ദ 10 മെത്തേഡ്സ് ടു ഇംപ്രൂവ് എനർജി എഫിഷ്യൻസി. These are the 10 methods to improve energy efficiency. Now let us move on to water management. Now let us move on to water management. Concept of optimal use of water in green buildings start right with the planning stage of such building. Optimal use of water എന്നുള്ള കോൺസെപ്റ്റ് ബിൽഡിംഗ് പ്ലാൻ ചെയ്യുന്ന സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. Starts in planning stage. നമ്മൾ പറഞ്ഞത് എന്താണ്? ഗ്രീൻ ബിൽഡിങ്ങിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് ഓപ്റ്റിമൽ യൂസ് ഓഫ് വാട്ടർ. അത് ബിൽഡിങ്ങിന്റെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. So the green building by its design and layout shall not disrupt natural water flows and should orient and stand just like a tree. So green building should not disrupt natural water flow and it should stand like a tree. Should stand like a tree. So green buildings in design layout എങ്ങനെയായിരിക്കണം? നാച്ചുറൽ വാട്ടർ ഫ്ലോയെ ഇൻട്രപ്റ്റ് അല്ലെങ്കിൽ ഡിസ്റപ്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം. അതായത് ഒരു ട്രീ നിൽക്കുന്ന പോലെ ആയിരിക്കണം. Rainfall over the whole area of building shall be harvested in
full either to replenish groundwater table or to be utilized in services of building. അപ്പോൾ അവിടെ ഇനി എന്ത് വേണം? വേറൊരെണ്ണം എന്താണ് പറയുന്നത്? റെയിൻഫോൾ ഹാർവെസ്റ്റിംഗ്. ബിൽഡിങ്ങിൽ വരുന്ന റെയിൻഫോളിനെ ഹാർവെസ്റ്റ് ചെയ്യാം. ഹാർവെസ്റ്റ് ചെയ്യുന്ന റെയിൻഫോളിനെ ഹാർവെസ്റ്റ് ചെയ്താൽ എന്താണ് ഉപയോഗം? ഒന്നെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിനെ റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിൽഡിങ്ങിനകത്ത് വരുന്ന സർവീസസിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. നോ, water conservation methods are adopted throughout the construction phase. Water conservation methods throughout construction. ഗ്രീൻ ബിൽഡിംഗ്സിന്റെ കൺസ്ട്രക്ഷൻ ഫേസിൽ ത്രൂ ഔട്ട് വാട്ടർ കൺസർവേഷൻ മെത്തേഡ്സ് വേണം അഡോപ്റ്റ് ചെയ്യാൻ. Techniques like membrane curing are practiced to minimize water required for curing of concrete elements during construction. Construction ടൈമിൽ കോൺക്രീറ്റ് എലിമെന്റ്സിനെ ക്യൂർ ചെയ്യാൻ മെംബ്രെയിൻ ക്യൂറിംഗ് മെത്തേഡ് യൂസ് ചെയ്യാം. മെംബ്രെയിൻ ക്യൂറിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് കോൺക്രീറ്റ് എലിമെന്റ്സിനെ ക്യൂർ ചെയ്യുവാണെങ്കിൽ we can minimize the water required. So water efficiency means, അപ്പോൾ ഇനി നമുക്ക് water efficiency എന്താണെന്ന് നോക്കാം. Water efficiency means reducing the use of water and minimizing waste water. Water efficiency എന്ന് വെച്ചാൽ എന്താണ്? വാട്ടർ എഫിഷ്യൻസിയിൽ 2 പോയിന്റ്സ് വരുന്നു. റെഡ്യൂസിംഗ് ദ യൂസ് ഓഫ് വാട്ടർ, അതുപോലെ മിനിമൈസിംഗ് വേസ്റ്റ് വാട്ടർ. വാട്ടർ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കുകയും വേണം, വെള്ളം വേസ്റ്റ് ആക്കുന്നത്, അതായത് വേസ്റ്റ് വാട്ടറിനെ മിനിമൈസ് ചെയ്യാം. An integrated system approach to building water management allows best allocation of potable water from municipal sources, and not only to regulate inflow of water and recycling of water throughout the building, but also decrease outflow of water through efficient wastewater and infiltration processes. Water management comprises all aspects of water cycle from start to finish. അതായത് ഒരു ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ച് ടു ബിൽഡിംഗ് വാട്ടർ മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ബിൽഡിംഗ് വാട്ടർ മാനേജ്മെന്റിന് ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ച് വേണം. ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ച് ടു ബിൽഡിംഗ് water management. Building water management ഒരു integrated system approach വേണം. അങ്ങനെയാണെങ്കിൽ അതെന്താണ് ചെയ്യുന്നത്? Best allocation of potable water from municipal sources. Best allocation of potable water from municipal sources. മുനിസിപ്പൽ സോഴ്സസിൽ നിന്നുള്ള പോർട്ടബിൾ വാട്ടറിന്റെ ബെസ്റ്റ് അലോക്കേഷൻ ആണ് അത് ചെയ്യുന്നത്. ഇന്റഗ്രേറ്റഡ് സിസ്റ്റം അപ്രോച്ച് ടു ബിൽഡിംഗ് വാട്ടർ മാനേജ്മെന്റ് ആണെങ്കിൽ, അതായത് ഇൻഫ്ലോ വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനൊപ്പം റീസൈക്ലിംഗ് ഓഫ് വാട്ടർ throughout the building system. എന്തൊക്കെയാണ് ചെയ്യുന്നത്? Regulate inflow water, integrated approach കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് നേടാൻ പറ്റുന്നത്?
റെഗുലേറ്റ് ഇൻഫ്ലോ ഓഫ് വാട്ടർ, വരുന്ന വാട്ടറിന്റെ ഇൻഫ്ലോ റെഗുലേറ്റ് ചെയ്യണം. ദെൻ റീസൈക്ലിംഗ് ഓഫ് വാട്ടർ, പിന്നെ വരുന്നത് ഡിക്രീസ് ദി ഔട്ട്ഫ്ലോ ഓഫ് വാട്ടർ. ഔട്ട്ഫ്ലോയെ ഡിക്രീസ് ചെയ്യണം. So water management comprises all aspects of water cycle from start to finish. കൺവെൻഷണൽ ബിൽഡിങ്ങിനകത്ത് എന്തെല്ലാം വാട്ടർ ഇൻഫ്ലോ എന്തൊക്കെയായിരിക്കും? പോർട്ടബിൾ വാട്ടറും റെയിൻ ഫ്ലോയും കാണും. പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുടിവെള്ളം കിട്ടത്തില്ല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വരുന്നത്, അതാണ് ഈ പോർട്ടബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടറും റെയിൻഫോളും വരും. കൺവെൻഷണൽ ബിൽഡിങ്ങിൽ പോർട്ടബിൾ വാട്ടറും വരും, റെയിൻഫോളും വരും. ഇനി അതിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് വരുന്ന എന്താണ്? ഗ്രേ വാട്ടർ, ബ്ലാക്ക് വാട്ടർ, റൺ ഓഫ്. ഗ്രേ വാട്ടർ, ബ്ലാക്ക് വാട്ടർ, പിന്നെ റൺ ഓഫ്. ഇതാണ് ഇതിന്റെ കൺവെൻഷൻ ബിൽഡിങ്ങിനകത്ത് നിന്ന് വരുന്ന ഔട്ട്പുട്ട്. ഗ്രേ വാട്ടർ, ബ്ലാക്ക് വാട്ടർ, റൺ ഓഫ്. അതേസമയം ഗ്രീൻ ബിൽഡിംഗ്, ഇഫ് ഇറ്റ് ഇസ് എ ഗ്രീൻ ബിൽഡിംഗ്, ഗ്രീൻ ബിൽഡിങ്ങില് പോർട്ടബിൾ വാട്ടർ വരും, പോർട്ടബിൾ വാട്ടർ വരുന്നുണ്ട്, റീസൈക്കിൾ ചെയ്യുന്ന ഗ്രേ വാട്ടർ, അതായത് ഗ്രേ വാട്ടർ ഔട്ട്പുട്ട് ആയിട്ട് വരും, അതിനെ നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കും. പിന്നെ വരുന്ന ഔട്ട്പുട്ട് ബ്ലാക്ക് വാട്ടർ ആൻഡ് റൺ ഓഫ്. പിന്നെ റെയിൻ വാട്ടറിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാം, ഹാർവെസ്റ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്യാം. റെയിൻ വാട്ടർ. സോ ഇതാണ് വാട്ടർ ഫ്ലോ ഡയഗ്രാം. ഗ്രീൻ ബിൽഡിങ്ങിലെയും കൺവെൻഷൻ ബിൽഡിങ്ങിലെയും വാട്ടർ ഫ്ലോ ഡയഗ്രാം ആണ് ഈ വരച്ചത്. കൺവെൻഷൻ ബിൽഡിങ്ങിൽ വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് പോർട്ടബിൾ വാട്ടറും റെയിൻഫോളും, അതിൽ നിന്നുള്ള ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ഗ്രേ വാട്ടർ, ബ്ലാക്ക് വാട്ടർ, റൺ ഓഫ്. ഗ്രീൻ ബിൽഡിങ്ങിനാണെങ്കിൽ പോർട്ടബിൾ വാട്ടർ വരുന്നു, പിന്നെ റെയിൻ വാട്ടർ റീസൈക്കിൾ ചെയ്ത് വരും. അതായത് റെയിൻഫോൾ വരുന്നു, അതിനെ ഉപയോഗിക്കുന്നു, ഹാർവെസ്റ്റ് ചെയ്ത് വീണ്ടും എടുക്കുന്നു. പിന്നെ അതിനകത്ത് ഔട്ട്ഫ്ലോ ഗ്രേ വാട്ടർ ഔട്ട്ഫ്ലോ ആയിട്ട് വരുന്നതിന് നമുക്ക് റീസൈക്കിൾ ചെയ്ത് വീണ്ടും എടുക്കാം. ബ്ലാക്ക് വാട്ടർ റൺ ഓഫും ഔട്ട്ഫ്ലോ ആയിട്ട് പോകും. ഇതിൽ തന്നെ ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത് it is a mixture of urine, feces and flush water. Urine, feces and flush water plus cleansing water. Black water എന്ന് പറയുന്നത് it is a mixture of urine, feces, flush water and cleansing water. അതുപോലെ ഗ്രേ വാട്ടർ is water coming from domestic equipment other than toilets. From domestic equipment other than toilets. അതായത് വീട്ടിൽ നിന്ന് എന്തെല്ലാം വേസ്റ്റ് വാട്ടർ, ടോയ്ലറ്റ് ഒഴികെയുള്ള എന്തെല്ലാം വേസ്റ്റ് വാട്ടർ ഉണ്ടോ അതാണ്
ഗ്രേ വാട്ടർ എന്ന് വിളിക്കുന്നത്. സോ കൺവെൻഷണൽ ബിൽഡിങ്ങിലാണെങ്കിൽ പോർട്ടബിൾ വാട്ടർ ടേൺസ് ഇൻടു ബ്ലാക്ക് ഓർ ഗ്രേ വാട്ടർ ആൻഡ് റെയിൻ വാട്ടർ റൺസ് ഓഫ്. അതായത് കൺവെൻഷണൽ ബിൽഡിങ്ങിൽ പോർട്ടബിൾ വാട്ടർ ബ്ലാക്ക് വാട്ടറോ ഗ്രേ വാട്ടറോ ആയിട്ട് മാറും, റെയിൻ വാട്ടർ റൺ ഓഫ് ആയിട്ട് മാറും. ഇനി നമ്മൾ നേരത്തെ ഫിഗർ വരച്ചിരുന്നു, അതിൽ ഗ്രീൻ ബിൽഡിങ്ങിലാണെങ്കിൽ പോർട്ടബിൾ വാട്ടർ ഗ്രേ വാട്ടർ ആയിട്ട് അതിനെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗിക്കും. പിന്നെ കുറച്ച് പോർഷൻ ഓഫ് പോർട്ടബിൾ വാട്ടർ ബ്ലാക്ക് വാട്ടർ ആയിട്ട് ഡിസ്പോസ് ചെയ്ത് കളയുന്നു. Then rain water is stored and used again. This is the system where water efficiency is achieved. So green building illulla recycling of water aanu water efficiency achieve cheyanulla oru system. Ni other aspects of water management nokam. First is rainwater harvesting facilities. Rainwater harvesting facilities. Rainwater harvesting facilities ഉണ്ടെങ്കിൽ we can utilize water for services of building with sufficient capacity. അതായത് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ബിൽഡിംഗ് സർവീസസിന് യൂസ് ചെയ്യാത്തക്ക കപ്പാസിറ്റി ഉള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫെസിലിറ്റീസ് നമ്മൾ വെക്കണം. അതായത് ബിൽഡിങ്ങിനകത്തുള്ള സർവീസസിന് യൂട്ടിലൈസ് ചെയ്യാനുള്ള വാട്ടർ കിട്ടത്തക്ക വിധത്തിലുള്ള കപ്പാസിറ്റി ഉള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫെസിലിറ്റീസ് വേണം. സോ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ആർ പ്രൊവൈഡഡ് വിത്ത് സഫിഷ്യന്റ് കപ്പാസിറ്റി ടു യൂട്ടിലൈസ് ദ വാട്ടർ ഫോർ സർവീസസ് ഓഫ് ദ ബിൽഡിംഗ്. സഫിഷ്യന്റ് കപ്പാസിറ്റി ഉള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ആണെങ്കിൽ ബിൽഡിംഗ് സർവീസസിനെല്ലാം നമുക്ക് ഈ വാട്ടർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് plumbing arrangements are done in such a way that potable water is used for potable purposes only. Plumbing ചെയ്യുമ്പോൾ എങ്ങനെയാണ്? Potable water used for potable purpose only. നമ്മൾ പ്ലംബിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ പോർട്ടബിൾ വാട്ടറിനെ പോർട്ടബിൾ പർപ്പസിന് മാത്രം ഉപയോഗിക്കാൻ വിധത്തിൽ വേണം പ്ലംബിംഗ് ഡിസൈൻ ചെയ്യാൻ. പിന്നെ ഡുവൽ പ്ലംബിംഗ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാം. ഡുവൽ പ്ലംബിംഗ് സിസ്റ്റം. ഡുവൽ പ്ലംബിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ one for portable and one for recycled or flush water. ഒരെണ്ണം പോർട്ടബിൾ വാട്ടറിനും ഒന്ന് റീസൈക്കിൾഡ് ഓർ ഫ്ലഷ് വാട്ടറിനും അങ്ങനെ ഡുവൽ പ്ലംബിംഗ് സിസ്റ്റം യൂസ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് ലോ വാട്ടർ കൺസ്യൂമിംഗ് ഫ്ലഷസ്. ടോയ്ലറ്റ്സിനകത്ത് ലോ വാട്ടർ കൺസ്യൂമിംഗ് ഫ്ലഷസ്. ടോയ്ലറ്റിൽ വി ക്യാൻ ഹാവ് ലോ വാട്ടർ കൺസ്യൂമിംഗ് ഫ്ലഷസ്. അതായത് ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാട്ടർ കൺസ്യൂം ചെയ്യുന്ന ഫ്ലഷസ് ഉപയോഗിക്കാം. Then wash taps should be wash taps are controlled with motion sensors which reduce the use of water in unwanted time. Motion sensors in wash tap. വാഷ് ടാപ്സിലെല്ലാം മോഷൻ സെൻസേഴ്സ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് വെള്ളം നഷ്ടമാകുന്നില്ല. സാധാരണ നമ്മൾ കൈ കഴുകുമ്പോൾ എങ്ങനെയാണ്? വാഷ് ബേസിന്റെ അടിയിൽ ടാപ്പ് തുറന്നിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കും, എന്നിട്ട് സോപ്പ് തേക്കും. ഈ സോപ്പ് തേക്കുന്ന സമയത്ത് വീണ്ടും ടാപ്പ് അടയ്ക്കാതെ കൈ കഴുകിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് മോഷൻ സെൻസേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം വാട്ടർ വരത്തക്ക വിധത്തിൽ കൺട്രോൾ ചെയ്തെടുക്കാം. ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം വാട്ടർ വരത്തക്ക വിധത്തിൽ കൺട്രോൾ ചെയ്തെടുക്കാം. Now, next is grey water from kitchenette, bath and laundry shall be treated and reused for irrigation or in cooling showers. Recycling of grey water. അതായത് ടോയ്ലറ്റിൽ നിന്ന് അല്ലാതെ വരുന്ന വേസ്റ്റ് വാട്ടേഴ്സിനെയാണ് ഗ്രേ വാട്ടർ എന്ന് പറയുന്നത്. അതിനെ റീസൈക്കിൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇറിഗേഷന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എയർ കണ്ടീഷനിങ്ങിന്റെ കൂളിംഗ് ടവേഴ്സിനും യൂസ് ചെയ്യാം.
Next is water efficient toilets. Use of water efficient toilets. അതെങ്ങനെയാണ്? വാട്ടർ എഫിഷ്യന്റ് ടോയ്ലറ്റ്സ് ആണെങ്കിൽ 2 to 3 liters of water for flushing compared to conventional flushes. വാട്ടർ എഫിഷ്യന്റ് ടോയ്ലറ്റ്സ് ആണെങ്കിൽ കൺവെൻഷണൽ ഫ്ലഷസിനെ അപേക്ഷിച്ച് 2 to 3 liters of water ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്നു വാക്യൂം ടോയ്ലറ്റ്സ്. എയർക്രാഫ്റ്റിലൊക്കെ ഉള്ള പോലെ വാക്യൂം ടോയ്ലറ്റ്സ് പബ്ലിക് റെസ്റ്റ് റൂംസ് ആൻഡ് കമേഴ്ഷ്യൽ ബിൽഡിംഗ്സിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വാട്ടറിന്റെ യൂസേജ് കുറയ്ക്കാം. പിന്നെ വരുന്നു വാട്ടർലെസ് ടോയ്ലറ്റ്സ്. വാട്ടർ വേണ്ടാത്ത ടൈപ്പ് ടോയ്ലറ്റ്സ്, കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ്സ് എന്നും പറയും. വിച്ച് ഡു നോട്ട് റിക്വയർ വാട്ടർ ടു ട്രാൻസ്പോർട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്റ. ഹ്യൂമൻ എക്സ്ക്രീറ്റ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വാട്ടർ വേണ്ടാത്ത ടൈപ്പ് ടോയ്ലറ്റ്, അതാണ് waterless toilets. Then next is water efficient urinals. Water efficient public places like offices, hotels, theaters, etc. water efficient urinals use ചെയ്യുകയാണെങ്കിൽ water per flush less than 2.8 liters ആയിരിക്കും. And most of them use oil barriers instead of water sealing flushes to prevent odor. So water efficient urinals. And the last is water efficient appliances. ഡിഷ് വാഷ്, വാഷിംഗ് മെഷീൻ പോലത്തെ വാട്ടർ എഫിഷ്യന്റ് അപ്ലയൻസസ് യൂസ് ചെയ്താൽ നമ്മൾ പറയാം വാഷിംഗ് മെഷീനിൽ ഒരുപാട് വെള്ളം വേണം, പക്ഷെ നിങ്ങൾ കൂടുതൽ തുണി ഉപയോഗിക്കുമ്പോൾ വാഷിംഗ് മെഷീനാണ് കുറച്ചും കൂടെ വാട്ടർ എഫിഷ്യന്റ്. സോ വാഷിംഗ് മെഷീനും ഡിഷ് വാഷും പോലത്തെ വാട്ടർ എഫിഷ്യന്റ് അപ്ലയൻസസ് യൂസ് ചെയ്താൽ നമുക്ക് വാട്ടർ മാനേജ്മെന്റ് ചെയ്യാം. സോ ദീസ് ആർ വേരിയസ് അതർ ആസ്പെക്ട്സ് ഓഫ് വാട്ടർ മാനേജ്മെന്റ്.